ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LBSന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ. LBS വെബ്സൈറ്റിൽ മുന്നേ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വന്നിരിക്കുകയാണ്. നമുക്ക് കറക്ഷൻ ടൈമും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 14 നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും റിമാർക്സ് എല്ലാം തന്നെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ തിരുത്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം പലരുടെയും ഡൗട്ടായിരുന്നു ഇംപ്രൂവ്മെന്റിന്റെയും റീവാലുവേഷന്റെയും മാർക്കിനെ പറ്റിയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ മാർക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഇംപ്രൂവ്മെന്റ് മാർക്ക് എങ്ങനെയാണ് ആഡ് ആകുന്നതും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആ വീഡിയോ ചെന്ന് കണ്ടു നോക്കാട്ടോ. ജൂലൈ 14 ശേഷം LBS നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് കറക്റ്റഡ് ആയിട്ടുള്ള പേജ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ശേഷമാണ് പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നാലും അതിലെന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയവും തരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ മെയിൻ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം വരുന്നത്. LBS അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓപ്ഷൻ വെച്ചതിന് ശേഷം നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ഇൻഡെക്സ് മാർക്ക് കുറവുള്ള കുട്ടികൾ കൂടുതൽ കോളേജസിൽ കൂടുതൽ കോഴ്സസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്ത് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് കോളേജസിലെ അലോട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് പ്രഡിക്ഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അതനുസരിച്ച് കോഴ്സും കോളേജസും ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിനായി ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇയറിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ കൂടുതലായിട്ടും മാനേജ്മെന്റ് സീറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് കിട്ടുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കണം. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസിൽ ഏത് കോഴ്സാണ് കിട്ടുന്നത് ആ കോഴ്സിൽ നിങ്ങൾ എന്തായാലും ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. ടോക്കൺ ഫീ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിന്റെ ഗ്യാപ്പ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫീസും കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാട്ടോ. ഗവൺമെന്റില് കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 23,170 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഫീസ് എന്ന് പറയുന്നത് 25,000 ആണ് ടോക്കൺ ഫീ വരുന്നത്. SC ST ഫിഷർമാൻ കാറ്റഗറീസിൽ, അതായത് റിസർവ്ഡ് കാറ്റഗറീസിലുള്ളവർക്ക് 1000 റുപ്പീസ് ആണ്. അതായത് ഗവൺമെന്റിലായാലും പ്രൈവറ്റിലായാലും 1000 റുപ്പീസ് ആണ് ടോക്കൺ ഫീ ആയിട്ട് വരുന്നത്. പലരുടെയും ഡൗട്ടാണ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് വന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രയൽ അലോട്ട്മെന്റിൽ പേര് വന്നിട്ടില്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് റീ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിലും പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു. വേണ്ട, നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബാങ്ക് ത്രൂ ആയിട്ടും നിങ്ങൾക്ക് ഈ ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് കോളേജിൽ പോകണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ റെസിപ്റ്റും കാര്യങ്ങളെല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം. കാരണം അഡ്മിഷൻ സമയത്ത് ഈ റെസിപ്റ്റ് നിങ്ങളുടെ കോളേജസിൽ കൊടുക്കേണ്ടതാണ്. ഇവിടെയും ഡൗട്ടാണ് എന്നാണ് അഡ്മിഷൻ തുടങ്ങുന്നത്, എന്നാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. ഇതൊന്നും വന്നിട്ടില്ല. അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജോയിൻ ഡേറ്റ് പറയുന്നതായിരിക്കും. ആ സമയത്ത് മാത്രം നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ മതി. ആദ്യത്തെ അലോട്ട്മെന്റ് വന്ന് കിട്ടിയ കോളേജിൽ അന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണമെന്നില്ല. അതോടൊപ്പം കുട്ടികൾ എല്ലാവരും ഫീസ് എല്ലാം റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് ഇയർ ഫീസ് നിങ്ങൾ കയറുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് മുതൽ അഡ്മിഷൻ വരെയുള്ള ഒരു ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.